ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളേവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താവിഷയം എന്നത് മധ്യസ്ഥതയുടെ മഹാത്മ്യം. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വേദഭാഗം നാം നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വിവാഹത്തെക്കുറിച്ച് അവിടെ പറയുന്നു. കാനാവിലെ കല്യാണം. യേശുവും ശിഷ്യന്മാരും അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ യേശുവിൻ്റെ അമ്മയും എത്തിയിട്ടുണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മയ്ക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, അവിടെ വിവാഹത്തിന് വീഞ്ഞ് തീർന്നുപോയി എന്നുള്ളത്. ഉടനെ തന്നെ തൻ്റെ അമ്മ മകനോട് വന്ന് പറയുന്നു, മകനെ, ഈ ഭവനത്തിൽ വലിയൊരു കുറവുണ്ട്, വീഞ്ഞ് തീർന്നുപോയിരിക്കുന്നു എന്ന്. ആ അവസരത്തിൽ അമ്മ മകനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, അമ്മേ, എനിക്കും നിനക്കും തമ്മിലെന്ത്? എന്നാൽ ഇത് മലയാളത്തിൽ ഇങ്ങനെയാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. എന്നാൽ എബ്രായ ബൈബിളിൽ അമ്മേ, എനിക്കും നിനക്കും എന്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിലും നമുക്ക് അമ്മേ, നീ എന്തിനാണ് എന്നോട് ഇത് പറയുന്നത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഇവിടെ അമ്മയ്ക്ക് അറിയാം, ഞാൻ എൻ്റെ മകനോട് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത് ഉപേക്ഷിക്കുകയില്ല, അവൻ അനുസരിക്കും. ആ അമ്മയോടുള്ള പ്രതിബദ്ധത മകൻ്റേതും അത്ര വലുതാണ്. അമ്മ പറഞ്ഞാൽ അവൻ നിരസിക്കുകയില്ല. അമ്മ ഈ മകനോട് പറയുവാൻ കാരണം മകൻ ആരാണെന്നും മകൻ്റെ ശക്തി എന്താണെന്നും കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് പറഞ്ഞത്. എന്നാൽ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവീൻ എന്നാൽ തുറക്കപ്പെടും, അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തും. കർത്താവ് അതുകൊണ്ടായിരിക്കാം ഇവിടെ തൻ്റെ അമ്മയോട് പറയുന്നത്, അമ്മേ, എനിക്കും നിനക്കും എന്ത്? ആവശ്യക്കാർ വേണ്ടേ ചോദിക്കാനെന്നായിരിക്കും ഒരുപക്ഷെ യേശുവിൻ്റെ വിചാരം. എന്തായാലും മധ്യസ്ഥതയുടെ മാഹാത്മ്യം നാം ഇവിടെ കാണുന്നു. ആ അമ്മ അതിനുശേഷം ആ ഭവനത്തിലെ ഭൃത്യന്മാരോട് ചെന്ന് പറയുന്നു, എൻ്റെ മകൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നിങ്ങൾ അപ്രകാരം ചെയ്യുവീൻ. അവൻ കൽഭരണികൾ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞത് ആ ഭൃത്യന്മാർ അനുസരിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെയും നമുക്ക് അറിയാം. ഒരു കാര്യം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചോദിക്കട്ടെ, ഇന്നത്തെ കാലത്ത് ഒരമ്മയ്ക്ക് ഒരു മകൻ്റെ പുറത്ത് ഇത്രയും വിശ്വാസമുണ്ടോ? ഇന്നത്തെ കാലത്ത് ഒരു മകൻ അമ്മ പറയുന്നത് പോലെ അനുസരിക്കുമോ? നാം ഈ വേദഭാഗത്തു നിന്നും മനസ്സിലാക്കേണ്ടത്, മാതാപിതാക്കൾ മക്കളെ തൻ്റെ മടിയിലിരിക്കുമ്പോൾ തന്നെ ഒരു അനുസരണയുള്ള കുഞ്ഞായി വളർത്തണമെന്നുണ്ടെങ്കിൽ അവർ സ്വയം മാതൃകയായിരിക്കണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളൂ. അതോടൊപ്പം തന്നെ അവനെ ദൈവഭക്തിയുള്ള ഒരു പൈതലായി വളർത്തിക്കൊണ്ടുവന്നാൽ, ഒരന്തരീക്ഷം അങ്ങനെ ഉണ്ടാക്കിക്കൊടുത്താൽ, മാതാപിതാക്കൾ മാതൃകയായിരുന്നാൽ ആ മക്കൾ ഒരിക്കലും തെറ്റിലേക്ക് വീണു പോകുകയില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട്, മധ്യസ്ഥതയുടെ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ നിങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. അതായത്, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പള്ളികളുള്ളത് വിശുദ്ധ കന്യാമറിയാമിൻ്റെ നാമത്തിലാണ്. അതിൻ്റെ കാരണം നാം അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കലാത്ത അമ്മ,
അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് അനുഗ്രഹം പ്രാപിക്കത്തക്കവണ്ണം ഇന്ന് ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. പക്ഷേ അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ ആ അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നല്ലതാണെങ്കിൽ അത് സാധിച്ചു കിട്ടും എന്നുള്ള ആ ചിന്ത നമ്മൾ ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. യാതൊരു സംശയവും കൂടാതെ നമുക്ക് അതിനായിട്ട് മുമ്പോട്ട് പോകുവാൻ സാധിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.